ചേർന്നു. സൈഫുന്നിസ, എം വി ഗോവിന്ദൻ പറഞ്ഞതിലെ കൂടുതൽ വിശദാംശങ്ങൾ. എം വി ഗോവിന്ദൻ കൃത്യമായി പറയുകയാണ് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ളത്. കാരണം നേരത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് നമ്മൾ ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് CPM-ഓ എം വി ഗോവിന്ദനോ ഇങ്ങനെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നല്ലേ പറഞ്ഞതെന്നാണ് നേരത്തെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എം വി ഗോവിന്ദൻ കൃത്യമായി പറയുകയാണ് MLA സ്ഥാനം രാജിവെക്കണം. കാരണം മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള തെളിവുകളടക്കമാണ്, അതായത് മറ്റൊരാ നേതാക്കൾക്കെതിരെയും ഇതിനു മുമ്പ് ഇത്തരം തെളിവുകൾ നിരത്തിയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ തെളിവുകൾ, ശക്തമായ തെളിവുകൾ നിരത്തിയുള്ള, പൊതുസമൂഹം മുഴുവൻ വിശ്വസിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നിരത്തിയുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയണം എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറയുന്നത്, CPM സംസ്ഥാന സെക്രട്ടറി. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പേ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതെല്ലാം അറിവുള്ളതായിരുന്നു, എന്നിട്ടും ഈ സ്ഥാനമാനങ്ങൾ നൽകുകയായിരുന്നു. അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകണം. കാരണം പിതൃതുല്യനാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് ഈ ആരോപണം ഉന്നയിച്ച റിനി തന്നെ പറഞ്ഞിരുന്നത്. എന്നിട്ടും ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് MLA സ്ഥാനം അടക്കമുള്ള പാലക്കാട് മത്സരിക്കാനുള്ള യോഗ്യത അടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ VK ശ്രീകണ്ഠൻ ഈ പരാതി ഉന്നയിച്ചവരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ഒരു രീതിയിലും നീതീകരിക്കാനാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ, അതായത് സൈബർ ആക്രമണങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒടുങ്ങും, എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങളും ഈ പരാതി ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരെ എന്നുള്ളതും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഇതുവരെ ആർക്കുമെതിരെ ഉന്നയിക്കാത്ത അല്ലെങ്കിൽ ഉണ്ടാകാത്ത ഒരു ആരോപണമാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ അടിവരയിട്ട് പറയുകയാണ്. മുകേഷ് MLA അടക്കം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചപ്പോഴും പറഞ്ഞത് അതൊരു പരാതി മാത്രമായിരുന്നു, അത് പക്ഷേ അന്വേഷണത്തിൽ തന്നെ അതിൽ വലിയ കഴമ്പില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യവുമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ആ രീതിയിലല്ല, തെളിവുകൾ സഹിതം, കൃത്യമായ തെളിവുകൾ ഉള്ള ഒരു ആൾ പോലല്ല, നിരവധി പേർ തെളിവുകൾ സഹിതം വന്ന് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ധാർമ്മികത അനുസരിച്ച് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നത്, കേരളത്തിലേക്ക് വരാതിരിക്കുന്നത്, VT ബൽറാം പ്രതികരിക്കാതിരിക്കുന്നതിലൊക്കെ നമ്മൾ ചോദ്യം ആരാഞ്ഞപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത്, ഇവരെയൊക്കെ ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആളാണ് ഷാഫി പറമ്പിൽ. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആളാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഷാഫി പറമ്പിലൊക്കെ ഇതിന് ഉത്തരവാദികളാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. എന്തായാലും MLA സ്ഥാനം രാജിവെക്കണം എന്ന തീരുമാനത്തിൽ തന്നെയാണ് CPM ഉള്ളത്. ശരി സൈഫുന്നിസ.